വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ ഇന്ന് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ മിസ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ, ഇനി വളരെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ എക്സാമിനുള്ളൂ. അപ്പൊ ഏറ്റവും നന്നായിട്ട് ആരാണോ പഠിക്കുന്നത് അയാൾക്കായിരിക്കും അല്ലെ ഈ ഒരു എക്സാം ഏറ്റവും അടിപൊളിയായിട്ട് എഴുതുക. അപ്പൊ നല്ല രീതിയിൽ എന്റെ കുട്ടികൾ എല്ലാവരും എക്സാം എഴുതണം. അതിനു വേണ്ടിയിട്ടാണ് മിസ് ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ EVS-ൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് എഴുതാം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം തന്നെ നോക്കാം അല്ലെ. കറന്റ് അഫയേഴ്സുമായിട്ട് GK-യിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 2024 ഭാരതരത്ന പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് അല്ലെ. ഈ അടുത്ത കാലത്താണ് ഭാരതരത്ന അവാർഡ് 2014 പ്രഖ്യാപിച്ചത്. ഒരാൾക്കല്ല, രണ്ടാൾക്കല്ല അല്ലെ, 5 ആളുകൾക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്ന പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഭാരതരത്ന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, അതേതാണ്? നമ്മുടെ ഭാരതരത്നയാണ് കേട്ടോ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി. അപ്പൊ ആർക്കൊക്കെയാണ് ഈ പ്രാവശ്യത്തത് കിട്ടിയതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ 5 പേരാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരാണ് ആ 5 പേരെന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നരസിംഹറാവു മുൻ പ്രധാനമന്ത്രിയായിരുന്നു. അടുത്തത് ആരാണ്? കർപ്പൂരി ഠാക്കൂർ. ആരാണ്? കർപ്പൂരി ഠാക്കൂർ. അടുത്തത് ചരൺ സിംഗ് ആണ്. ഇദ്ദേഹവും ഒരു മുൻ പ്രധാനമന്ത്രിയാണ് അല്ലെ. ചരൺ സിംഗ് ആണ് അടുത്തത്. പിന്നെയുള്ളത് ആരാണ്? LK അദ്വാനി അല്ലെ. LK അദ്വാനിയാണ് അടുത്തതുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ ആളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇതാരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് അവസാനത്തെ വ്യക്തി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കൾക്ക്? ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പൊ നരസിംഹറാവു, കർപ്പൂരി ഠാക്കൂർ, ചരൺ സിംഗ്, LK അദ്വാനി, ഡോക്ടർ MS സ്വാമിനാഥൻ. ഈ കൂട്ടത്തിലെ 1, 2, 3, 4 പേരും പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയക്കാരാണെങ്കിൽ 5ാമതായിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഹരിത വിപ്ലവം. അപ്പൊ ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇദ്ദേഹം ഒരു കേരളത്തിലാണല്ലേ ജനിച്ചത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക മക്കൾ, ഓർത്തു വെക്കുക. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം കൂടെ എന്റെ മക്കൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇവർ 5 പേർക്കുമാണ് ഈ വർഷത്തെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അല്ലെ. അടുത്ത ചോദ്യം ഇതാണ്. നിരീക്ഷണക്കുറിപ്പിലെ പക്ഷി ഏതാണ്? വിച്ച് ഈസ് ദ ബേർഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്? എണ്ണമയമുള്ള തൂവൽ, വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ഇര പിടിക്കാൻ കഴിയുന്ന കൊക്കുകൾ, ചർമ്മബന്ധിതമായിട്ടുള്ള വിരലുകൾ അല്ലെ. ഓയിലി ഫെതേർഡ് ബീക്സ് ആൻഡ് ലെതറി ഫിംഗേഴ്സ് ദാറ്റ് ക്യാൻ ക്യാച്ച് പ്രേ ഫ്രം വാട്ടർ ആൻഡ് ലാൻഡ്. അപ്പൊ ആരാണ് എണ്ണമയമുള്ള തൂവൽ, വെള്ളത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന ഏതോ ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരാണ്? ഇതിന്റെ ഉത്തരം എന്താണെന്ന് മക്കളൊന്ന് പറഞ്ഞേ. ആരാണ്? താറാവ് അല്ലെ. ഡക്കാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ഇതാണ്. നിങ്ങൾ ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ? ആരാണ് ഈ മനോഹരമായിട്ടുള്ള ചിത്രം വരച്ചത് അല്ലെ? ഹു പെയിന്റഡ് ദിസ് മാസ്റ്റർ പീസ്? അപ്പൊ ചിത്രകാരനായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആരാണ് ഇതിന് വരച്ചിരിക്കുന്നത്? ആരാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്? യെസ്, രാജ രവിവർമ്മ അല്ലെ. രാജ രവിവർമ്മയാണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംഗീതജ്ഞനായിട്ടുള്ള നമ്മുടെ രാജാവിനെ കുറിച്ചും കൂടെ ഓർക്കാം അല്ലെ. സംഗീതജ്ഞനായിട്ടുള്ള തിരുവിതാംകൂറിലെ രാജാവ് ആരാണ്? അത്
സ്വാതി തിരുനാളാണ് അല്ലെ, സ്വാതി തിരുനാളാണ്. ഇതോടൊപ്പം തന്നെ അല്ലെ താരാട്ട് പാട്ട് പാടുന്ന ഒരാളെ കുറിച്ച് അല്ലെ, താരാട്ട് പാട്ട് പാടുന്ന അല്ലെ ആ ഒരു പാട്ട് എഴുതിയ ഒരാളെ കുറിച്ച് കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരാണ്? ഓമന തിങ്കൾ കിടാവോ എന്നുള്ള നല്ല ഒരു താരാട്ട് പാട്ട് അല്ലെ. എത്ര കാലങ്ങളായിട്ടല്ലേ നമ്മള് മലയാളികളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു താരാട്ട് പാട്ടാണ് അല്ലെ. ആരാണ് ഈ താരാട്ട് പാട്ട് എഴുതിയിരിക്കുന്നത്? ഇരിയമ്മൻ തമ്പിയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം മക്കൾ, ഇതുപോലെ കണക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം ഒന്ന് ഓർത്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ക്ലിയർ ആണല്ലോ? എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതുപോലെ അല്ലെ നിങ്ങൾ എല്ലാം ഇങ്ങനെ ഓർത്ത് വെച്ച് നോക്കുക അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? വളരെ എളുപ്പമായിട്ട് മാറും കേട്ടോ. അപ്പൊ ഒരു ചോദ്യം നോക്കാം നമുക്ക്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ് അല്ലെ? ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ വിൽ വിൻ ഇറ്റ്. ഹൂസ് വേർഡ്സ് ആർ ദീസ് അല്ലെ? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അല്ലെ, അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണെന്നാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ് അല്ലെ. ആരാണ്? നമ്മുടെ ബാലഗംഗാധര തിലക് അല്ലെ. ബാലഗംഗാധര തിലകാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ബാലഗംഗാധര തിലക്. അപ്പൊ കോൺഗ്രസില് രണ്ട് കൂട്ടരുണ്ടായിരുന്നു അല്ലെ. ഒരാൾക്കാർ എന്തായിരുന്നു, വളരെ പാവം പോലെ, അതായത് അക്രമൊന്നും ഇല്ലാതെ ഒന്നും ചെയ്യണ്ട, നമുക്ക് വളരെ സംയമനത്തോടെ സമരം ചെയ്യാം എന്ന് പറയുന്ന ഒരു കൂട്ടരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ഈ പറയുന്ന സ്വാതന്ത്ര്യം നേടിയെടുത്തേ പറ്റുള്ളൂ, അപ്പൊ നമുക്ക് കുറെ പോരാട്ടമൊക്കെ നടത്തണം, നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് പടവെട്ടണം എന്നൊക്കെ പറയുന്ന തരത്തില് തീവ്രമായിട്ടുള്ള ആശയങ്ങള് ഉയർത്തിപ്പിടിച്ച ആളുകളും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ കോൺഗ്രസിലെ തീവ്രമായിട്ടുള്ള പക്ഷം ഉള്ള ആളുകളുടെ നേതാവ് കൂടെ ആയിരുന്നു ബാലഗംഗാധര തിലക് അല്ലെ. അപ്പൊ ലാൽ ബാൽ പാൽ എന്നീ ആളുകളിൽ ബാൽ എന്ന് പറയുന്നത് നമ്മുടെ ബാലഗംഗാധര തിലകിനെയാണ് അല്ലെ. ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ പിടികിട്ടിയോ? അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള അല്ലെ. അപ്പൊ പക്ഷികളുടെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ആരാണ് ഇന്ത്യയുടെ ബേർഡ് മാൻ എന്ന് പറയുന്നത് അല്ലെ. കുറെ ഓപ്ഷൻസ് ഉണ്ട്. സലീം അലി, വീരേന്ദ്രകുമാർ, നന്ദലാൽ ബോസ്, സലീം അലി അല്ലെ. അപ്പൊ ഇതിൽ ആരാണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്ന് സലീം അലിയാണ്, ഒന്ന് സൽമാൻ അലിയാണ് കേട്ടോ ഓപ്ഷനിലുള്ളത്. നിങ്ങൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയണം അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സലീം അലിയാണ് അല്ലെ. സലീം അലിയാണ് ഇന്ത്യയുടെ ബേർഡ് മാൻ എന്നറിയപ്പെടുന്നത്. തട്ടേക്കാടാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള പക്ഷി സങ്കേതം കേരളത്തിലുള്ളത് കേട്ടോ. തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നവംബർ 12 ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നും കൂടെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം, പരീക്ഷാ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് നോക്കണം അല്ലെ. അതായത് ഇങ്ങനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ, മനപ്പാടാക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വരിക, പരീക്ഷാ സമയത്ത് നമ്മളോട് മറന്നു പോവും അല്ലെങ്കിൽ മാറിപ്പോവും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, കേട്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ആവർത്തിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മിസ് വിചാരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ മക്കളെ, ബൈ, സീ യു, ടാറ്റാ.